മലപ്പുറം ജില്ലയിൽ എംപോക്സ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ സംസ്ഥാനം കനത്ത ജാഗ്രതയിൽ. രോഗിയുമായി സമ്പർക്കമുള്ള 30ഓളം പേരെ തിരിച്ചറിഞ്ഞു. ഇതിൽ 6 പേർ വിദേശത്താണ്. സംസ്ഥാനത്തുള്ളവരെ പ്രത്യേക നിരീക്ഷണത്തിലാക്കി. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മലപ്പുറത്തെത്തി. അല്പസമയത്തിനകം അടിയന്തര യോഗം ചേരും. ഉച്ചയ്ക്ക് ശേഷം ജനപ്രതിനിധികളുടെ യോഗവും ചേരും. ഈ മാസം 13-നാണ് എംപോക്സ് ബാധിതൻ മലപ്പുറത്ത് എത്തിയത്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, എപ്പോഴാണ് ഈ അവലോകന യോഗം? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? 12 മണിയോടുകൂടി മലപ്പുറത്തെ ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ യോഗം നടക്കുന്നത്. ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയുള്ള നിയന്ത്രണങ്ങൾ എങ്ങനെയാണ്, പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ കൂടിയാലോചനയിൽ പ്രധാന ഒരു അജണ്ടയാവുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജനപ്രതിനിധികളുമായിട്ടുള്ള യോഗവും ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുകയും ചെയ്യും. പറഞ്ഞതുപോലെ സെപ്റ്റംബർ 13-നാണ് എംപോക്സ് ബാധിച്ചിട്ടുള്ള രോഗി കേരളത്തിലേക്ക് എത്തുന്നത്. ദുബായിൽ നിന്നാണ് അദ്ദേഹം വന്നത്. ഈ കരിപ്പൂർ എയർപോർട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹം ടാക്സിയിലാണ് അന്ന് വൈകുന്നേരം നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അരീക്കോട് വരെ ടാക്സിയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അരീക്കോട് നിന്ന് ഓട്ടോറിക്ഷയിലാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. പടിഞ്ഞാറെ ചത്തല്ലൂർ എന്നുള്ള സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷയിൽ വന്നു. ഈ ഓട്ടോറിക്ഷക്കാരനെ അടക്കം ട്രേസ് ചെയ്യുന്ന നടപടികൾ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ 23 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. പിന്നീടുള്ള 6 പേർ വിദേശത്തുമാണ്. അങ്ങനെ 30ഓളം പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇനി റൂട്ട് മാപ്പ് തയ്യാറാക്കുന്ന നടപടികളിലേക്ക് അധികം വൈകാതെ തന്നെ കടക്കും എന്നുള്ളതാണ്. 13-ാം തീയതി എത്തിയതിനു ശേഷം പിന്നീട് വന്ന ശനിയും ഞായറും ഓണമായിരുന്നു. ഈ 2 ദിവസവും വീട്ടിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അധികം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനമുള്ളത്. അടുത്ത് ഇടപഴകുകയോ അദ്ദേഹം ഉപയോഗിച്ച കിടക്ക, അതുപോലെ തന്നെ പാത്രങ്ങൾ, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് എംപോക്സ് പടരാനുള്ള സാധ്യത കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു വ്യാപനം ഉണ്ടായിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം ഇപ്പോഴുള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷനിലാണ് രോഗി ഉള്ളത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ഇത് ഏത് രീതിയിലുള്ള ഒരു വകഭേദമാണ് എന്നുള്ളതിന്റെ കൂടുതൽ പരിശോധനകൾക്ക് ഇപ്പോൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്രവം അയക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിൽ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടിയാലോചനകളാണ് മലപ്പുറത്ത് നടക്കുകയും ചെയ്യുക. ആദ്യം ഒരു ക്ലിനിക്കിൽ, അതായത് ഒതായിലുള്ള ഒരു ക്ലിനിക്കിൽ അദ്ദേഹം പോയിട്ടുണ്ട്. അവിടെ ഇത് ചിക്കൻ പോക്സ് ആണെന്ന് കരുതിയിട്ടുള്ള ഒരു ചികിത്സ അദ്ദേഹം നേടിയിട്ടുണ്ട്. ആ മരുന്ന് കഴിച്ച് ഭേദമാകാത്തതിനെ തുടർന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് തിങ്കളാഴ്ച രാവിലെ വരികയും പിന്നീട് ഈ ലക്ഷണം ഡോക്ടർമാർ തിരിച്ചറിയുകയും അദ്ദേഹത്തെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്യും. വേണു, ശരി. എംപോക്സ് നിപ ആശങ്കയ്ക്കിടെ ആരോഗ്യമന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗം മലപ്പുറത്ത് അല്പസമയത്തിനകം ചേരും. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.